നമസ്കാരം. സഹകാരി റൈസ് പ്ലസിന്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പുതിയതായിട്ടൊരു ചാപ്റ്ററെ പറ്റി പഠിക്കാൻ പോവാണ്. ലോക്കോമോഷൻ ആൻഡ് മൂവ്മെന്റ് എന്നാണ് ചാപ്റ്ററിന്റെ പേര്. അതായത് നമ്മുടെ ഹ്യൂമൻസ് ചെയ്യുന്ന ലോക്കോമോഷൻ, അതായത് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് നമ്മൾ അറിഞ്ഞുകൊണ്ട് ചലിക്കുന്ന അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മൂവ്മെന്റ്സും അവിടെ വരുന്ന മസിൽസ്, അതുപോലെ ബോൺസ് ഒക്കെയാണ് നമ്മൾ ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം എന്താണ് ലോക്കോമോഷൻ എന്നുള്ള കാര്യമാണ്. ഇപ്പോൾ ലോക്കോമോഷൻ നമ്മൾ ഒരുപാട് യൂസ് ചെയ്യുന്ന ഒരു ടേമാണ്. ലോക്കോമോഷൻ സഹായിക്കുന്ന ലോക്കോമോട്ടീവ്സ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ ഹ്യൂമൻ ബീങ്സിന്റെ കാര്യം അല്ലെങ്കിൽ ഹയർ ഓർഗാനിസം ആരായാലും തന്നെ ഓർഗാനിസത്തിനെല്ലാം ലിംസ്, കൈകാലുകൾ ചലിപ്പിക്കാൻ പറ്റും. അതുപോലെ ജൗസ്, നമ്മളെ താടി എല്ലുകൾ ചലിപ്പിക്കാൻ പറ്റും. ഐലിഡ്സ്, ഇമ വെട്ടാൻ പറ്റും. അതുപോലെ ടങ്സ് മൂവ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണ്. അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന മൂവ്മെന്റ്സിനെയാണ് നമ്മൾ വോളണ്ടറി മൂവ്മെന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ലൊക്കേഷനിൽ നിന്ന് അല്ലെങ്കിൽ ഒരു പ്ലേസിൽ നിന്ന് വേറൊരു പ്ലേസിലേക്ക് നമ്മൾ അറിഞ്ഞുകൊണ്ട് ചലിപ്പിക്കുന്ന മൂവ്മെന്റ്സ്, അറിഞ്ഞുകൊണ്ട് ചലിപ്പിക്കുന്നതിനെയാണ് നമ്മൾ ലോക്കോമോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ലോക്കോമോഷന് സഹായിക്കാനായിട്ട് ഒരുപാട് മസിൽസ് അസോസിയേറ്റ് നിൽക്കുന്ന, ബോൺസ് അസോസിയേറ്റ് നിൽക്കുന്നുണ്ട്, ടിഷ്യൂസ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ലോക്കോമോഷനുമായിട്ട് അസോസിയേറ്റ് നമ്മൾ കാണാനായിട്ടുണ്ട്. അപ്പൊ ഇവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ വോളണ്ടറി ആയിട്ട് നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മൾ ഒരു പ്ലേസിൽ നിന്ന് വേറൊരു പ്ലേസിലേക്ക് ചലിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഒരു പ്ലേസിൽ നിന്ന് വേറൊരു പ്ലേസിലേക്ക് നമ്മൾ മൂവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വോളണ്ടറി മൂവ്മെന്റ്സ് എന്ന് വിളിക്കുന്നത്. ആ വോളണ്ടറി മൂവ്മെന്റ്സ്, അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന വോളണ്ടറി മൂവ്മെന്റ്സിനെയാണ് നമ്മൾ ലോക്കോമോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് കാണാൻ ആരെയാണ്? വാക്കിംഗ് ഉണ്ട്, നടക്കുന്നത്. അതുപോലെ റണ്ണിങ്, നമ്മൾ ഓടുന്നത്. ക്ലൈംബിങ്, മരത്തിലേക്ക് ക്ലൈംബ് ചെയ്യുന്നത്. ഫ്ലൈയിങ്, സ്വിമ്മിങ്, ഇതെല്ലാം നമുക്ക് ലോക്കോമോട്ടറി മൂവ്മെന്റ്സ് ആയിട്ട് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാവുന്ന കാര്യങ്ങളാണ്. ഇനി ലോക്കോമോഷൻ നമ്മൾ എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ മെയിൻ ആയിട്ട് പറയുന്നത് എന്താണ്? ഇൻ സെർച്ച് ഓഫ് ഫുഡ്. ഒരു നമുക്ക് ആഹാരം, സാധനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സെർച്ച് ചെയ്ത് പോകണം. ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്കായിരിക്കും. ചിലപ്പോൾ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് ഫുഡ് ഇല്ല എന്നുണ്ടെങ്കിൽ ഫുഡിന്റെ അവൈലബിലിറ്റി അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ആ ഫുഡിനെ തേടി പോകണം. അപ്പോൾ ആ തേടി പോകുന്നത് ഒരു ലോക്കോമോഷനിലെ എക്സാമ്പിൾ ആണ്. അതുപോലെ മേറ്റ് ചെയ്യാനായിട്ട് രണ്ടുപേരും, ഇപ്പോൾ ഫീമെയിൽ ഒരു സ്ഥലത്താണ്, മെയിൽ വേറൊരു സ്ഥലത്താണ്. അപ്പോൾ മേറ്റ് ചെയ്യാനായിട്ടൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ലോക്കോമോഷൻ മൂവ്മെന്റ് ചെയ്യുന്നത്. അതുപോലെ സ്യൂട്ടബിൾ ബ്രീഡിംഗ് ഗ്രൗണ്ട്സ്, അതായത് ബ്രീഡ് ചെയ്യാനായിട്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ള ക്ലൈമറ്റിക് കണ്ടീഷൻസ് നോക്കി, അല്ലെങ്കിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് നോക്കി പോകുന്നത്. അല്ലെങ്കിൽ എനിമീസിൽ നിന്നോ പ്രിഡേറ്റേഴ്സിൽ നിന്നൊക്കെ രക്ഷ നേടാൻ വേണ്ടിയിട്ട്, എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മൂവ് ചെയ്യുന്നത്. ഇതെല്ലാം നമുക്ക് ലോക്കോമോഷന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് മൂവ്മെന്റ്സ് ആണ്. എത്ര തരം മൂവ്മെന്റ്സ് അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് മൂവ്മെന്റ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഹ്യൂമൻ ബോഡിയുടെ സെൽസിലെ കാര്യം പറയുകയാണ്. ഹ്യൂമൻ ബോഡി മുഴുവനായിട്ടല്ല, ഹ്യൂമൻ ബോഡിയുടെ സെൽസ് പറയുകയാണെങ്കിൽ നമുക്ക് മെയിൻ ആയിട്ട് 3 തരത്തിലുള്ള 3 മെയിൻ ടൈപ്സ് ഓഫ് മൂവ്മെന്റ് ആണ് കാണാൻ പറ്റുന്നത്. അവിടെ ആദ്യത്തെ മൂവ്മെന്റ് പറയുന്നത് അമീബോയിഡ് മൂവ്മെന്റ് ആണ്. അമീബ നമ്മളെല്ലാം കേട്ടിട്ടുള്ളൂ. ഏറ്റവും മൈക്രോ ആയിട്ടുള്ള ഓർഗാനിസം ആണ് അമീബ. അപ്പൊ അമീബയുടെ മൂവ്മെന്റ് അറിയാം. ഇങ്ങനെ അതിന്റെ ഒരു സ്യൂഡോപോഡിയെ വെച്ചിട്ട് ഇങ്ങനെ മൂവ് ചെയ്ത് പോകുന്നതിനാണ് നമ്മൾ അമീബോയിഡ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഹ്യൂമൻ ബോഡിയുടെ സെൽസ് അമീബോയിഡ് മൂവ്മെന്റ്സ് കാണിക്കുന്നുണ്ട്. എവിടെയൊക്കെയാണ്? മാക്രോഫേജസിലും അതുപോലെ ല്യൂക്കോസൈറ്റ്സിലും. വൈറ്റ് ബ്ലഡ് സെൽസ്, WBC ഒക്കെ കാണിക്കുന്നത് എന്താണ്? അമീബോയിഡ് മൂവ്മെന്റ്സ് ആണ്. അപ്പോൾ ആ മൂവ്മെന്റിനെ, ആ അമീബയെ പോലെ ചലിക്കുന്ന, അമീബയുടെ മൂവ്മെന്റ് പോലെ ചലിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അമീബോയിഡ് മൂവ്മെന്റ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫിഗർ നോക്കുകയാണെങ്കിൽ കാണാം, ഇങ്ങനെ ഒലിച്ചു പോകുന്ന പോലെ, നമ്മളിങ്ങനെ ഒരു സ്ഥലത്ത് ഗ്ലൂ വയ്ക്കുകയാണെങ്കിൽ ഗ്ലൂ ഇങ്ങനെ ഒലിച്ചിറങ്ങുന്ന പോലെയാണ് ഈ അമീബ പോകുന്നത്. അപ്പൊ അങ്ങനെയുള്ള മൂവ്മെന്റിനെയാണ് നമ്മൾ അമീബോയിഡ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് മൂവ്മെന്റ് സീലിയറി മൂവ്മെന്റ് ആണ്. സീലിയ നമുക്ക് എല്ലാം അറിയാം. ഹെയർ ലൈക്ക് സബ്സ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സീലിയ എന്ന് വിളിക്കുന്നത്. അപ്പൊ ആ ഒരു ഹെയർ ഇങ്ങനെ മൂവ് ചെയ്യുക, ഒഴുക്കിനനുസരിച്ച് മൂവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സീലിയറി മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഇനി ഹ്യൂമൻ ബോഡിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇന്റേണൽ ആയിട്ട്, നമ്മളുടെ ആന്തരികമായിട്ട് നിൽക്കുന്ന ട്യൂബുലാർ ഓർഗൻസിലാണ് കൂടുതലും എന്ത് കാണുന്നത്? സീലിയറി മൂവ്മെന്റ് കാണുന്നത്. അതിനുള്ള കാരണം എന്താണ്? അവിടെ സീലിയേറ്റഡ് എപ്പിത്തീലിയം പ്രസന്റ് ആണ്. അതായത് ഈ ഹെയർ ലൈക്ക് സ്ട്രക്ചേഴ്സ് അവിടെ പ്രസന്റ് ആണ്. ഇപ്പൊ ഈ ഒരു ഫിഗർ നോക്കുകയാണെങ്കിൽ അറിയാം, ഈ ഒരു ബ്ലൂ കളറിൽ കാണുന്ന ഈ ഒരു സീലി എങ്ങനെയാണ്? ഈ വെള്ളത്തിലൊക്കെ ചില ചെടികൾ ഇങ്ങനെ ആടി നിൽക്കുന്ന പോലെ ഈ സീലി എപ്പോഴും ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേ നിൽക്കും. അപ്പൊ ഇങ്ങനെയുള്ള ഈ ഒരു സ്ട്രക്ചർ പ്രസന്റ് ആയിട്ടുള്ള സീലിയേറ്റഡ് എപ്പിത്തീലിയം ആയിരിക്കും ഈ ഇന്റേണൽ ട്യൂബുലർ ഓർഗൻസിലെല്ലാം കാണുന്നത്. അപ്പൊ ഈ സീലി എന്ത് ചെയ്യും? അതിനകത്തുള്ള ഓരോ പാർട്ടിക്കിൾസിനെ മൂവ് ചെയ്യാനും അതുപോലെ ആ പാർട്ടിക്കിൾസിന്റെ മൂവ്മെന്റിനെല്ലാം ഈ സീലിയറി എപ്പിത്തീലിയം സഹായിക്കും. അപ്പൊ അങ്ങനെയുള്ള മൂവ്മെന്റിനെയാണ് നമ്മൾ സീലിയറി മൂവ്മെന്റ് എന്ന് വിളിക്കുന്നത്. ഇനി നമ്മളവിടെ പഠിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ട്രക്കിയുടെ കാര്യം, നമ്മൾ റെസ്പിറേറ്ററി സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ട്രക്കിയ എന്ന് പറഞ്ഞ ഓർഗനിലെ ഈ ഒരു
സീലിയേറ്റഡ് എപ്പിത്തീലിയം പ്രസന്റ് ആണ്. ഈ സീലിയേറ്റഡ് എപ്പിത്തീലിയം അവിടെ എന്താ ചെയ്യുന്നത്? ഫോറിൻ പാർട്ടിക്കിൾസിനെയും അതുപോലെ ഡസ്റ്റിനെയൊക്കെ നമ്മൾ ശ്വസിക്കുന്ന ആ അറ്റ്മോസ്ഫിയറിക് എയറിൽ എന്ത് കാണും? ഫോറിൻ പാർട്ടിക്കിൾസ് കാണും, അതുപോലെ പൊടിപടലങ്ങളെല്ലാം കാണും. അപ്പൊ ഈ സീലിയേറ്റഡ് എപ്പിത്തീലിയം എന്ത് ചെയ്യും? ഇതിനെ ഉള്ളിലേക്ക് നമ്മുടെ ഇന്റേണൽ ഓർഗൻസിലേക്ക് പോവാതെ എന്ത് ചെയ്യും? പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുമെന്ന് മനസ്സിലാക്കിയിരിക്കുക. അപ്പൊ അതൊരു സീലിയയുടെ ഫംഗ്ഷൻ ആണ്. ഈ ഒരു ട്രക്കിയുടെ കാര്യം മറന്നു പോകരുത്. നമുക്ക് എന്താണ് ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്ന ഒരു ഏരിയ ആണ്. ഈ ഒരു ട്രക്കിയയിൽ ഈ സീലിയ പ്രസന്റ് ആയിരിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ സീലിയ ഉള്ള ട്രക്കിയയ്ക്ക് എന്താണ് ഒരു ബെനിഫിറ്റ് എന്നുള്ള കാര്യം. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ അടുത്തൊരു പോയിന്റ് ആയിട്ട് പറഞ്ഞത് എന്താണ്? സീലിയറി മൂവ്മെന്റ്, ഓവത്തിന്റെ മൂവ്മെന്റ്. അതായത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ത്തിലുള്ള ഓവറിയിൽ നിന്ന് ഓവം വരുമ്പോൾ ഈ സീലിയേറ്റഡ് ആയിട്ടുള്ള ഈ സീലിയ പ്രസന്റ് ആയത് കൊണ്ടാണ് ഓവം ഇങ്ങനെ തട്ടി വരുന്നത്. നമ്മൾ പല വീഡിയോസിലും കണ്ടിട്ടുണ്ടായിരിക്കും ഈ ഒരു ഓവം വരുന്നത് ജസ്റ്റ് ഇങ്ങനെ എന്താണ് ഒഴുകി എങ്ങും എവിടെയും തടയാനൊന്നും പറ്റാതെ ഈ ഒരു സീലിയയുടെ ഒഴുക്കിനനുസരിച്ചാണ് ഈ ഒരു ഓവം ആ ഒരു ഫെലോപ്പിയൻ ട്യൂബിൽ കൂടെ മൂവ് ചെയ്ത് വരുന്നത്. അപ്പോൾ അവിടെയെല്ലാം ഈ ഇന്റേണൽ ആയിട്ട് നിൽക്കുന്ന ഈ ട്യൂബുലാർ ഓർഗൻസിലെല്ലാം സീലിയേറ്റഡ് എപ്പിത്തീലിയം ആണ്. ആ സീലിയേറ്റഡ് എപ്പിത്തീലിയം വഴിയുള്ള ആ ഒരു മൂവ്മെന്റ് അല്ലെങ്കിൽ അവിടെയുള്ള സബ്സ്റ്റൻസിന്റെയൊക്കെ മൂവ്മെന്റിനെയാണ് നമ്മൾ സീലിയറി മൂവ്മെന്റ് ആയിട്ട് പറയുന്നത്. അടുത്ത മൂവ്മെന്റ് ആയിട്ട് പറഞ്ഞ മസ്കുലാർ മൂവ്മെന്റ് ആണ്. മസ്കുലാർ എന്ന് പറയുമ്പോൾ ആ വാക്കിൽ തന്നെ ഉണ്ട് മസിൽസിന്റെ ആണ്. നമ്മളുടെ എന്താണ് ലിംസും ജോസും ടങ്സും എല്ലാം അനക്കുന്നതിന് സഹായിക്കുന്ന ആരാണ്? മൂവ്മെന്റ് ആണ്. നമ്മൾ ജസ്റ്റ് ഒരു കാര്യം പറയുമ്പോൾ തന്നെ നമ്മുടെ ടങ്ക് ചലിക്കണം. ടങ്ക് ഒരു മസിലാണ്. അപ്പോൾ ആ ഒരു ചലനത്തെ മസിൽസ് ഇനാബിൾ ചെയ്യുന്ന ആ ഒരു ചലനത്തെയാണ് നമ്മൾ മസ്കുലാർ മൂവ്മെന്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു മസ്കുലാർ മൂവ്മെന്റിന് സഹായിക്കുന്നതെന്ന് വെച്ചാൽ മസിൽസിന് കോൺട്രാക്റ്റൈൽ പ്രോപ്പർട്ടി ഉണ്ട്. അതായത് ചുരുങ്ങാനും വികസിക്കാനുമുള്ള ആ ഒരു പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് എന്താണ് ലോക്കോമോഷനും അതുപോലെ പല മൂവ്മെന്റ്സിനും എല്ലാം ഹ്യൂമൻ ബീങ്സിനെ സഹായിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു ഫിഗർ ഇവിടെ കാണാം. നമുക്ക് കൈ ചലിപ്പിക്കണമെങ്കിൽ എന്താണ് ആ ഒരു മസിൽസ് ഇങ്ങനെ കോൺട്രാക്ട് ചെയ്യണം, അതുപോലെ ഇങ്ങനെ വികസിക്കാൻ വേണം. അപ്പോൾ ഈ ഒരു കപ്പാസിറ്റിയാണ് മസ്കുലാർ മൂവ്മെന്റ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്നത്. അപ്പം 3 തരത്തിലുള്ള മൂവ്മെന്റ്സ്, അത് തമ്മിലുള്ള വ്യത്യാസം അറിയണം. ആദ്യത്തേത് അമീബോയിഡ് ആണ്. അമീബോയിഡ് എവിടെയാണ് കാണുന്നത്? ല്യൂക്കോസൈറ്റ്സിൽ, ബ്ലഡിലെ WBCയിലും അതുപോലെ മാക്രോഫേജസിലും ഒക്കെയാണ് ഈ ഒരു അമീബോയിഡ് മൂവ്മെന്റ് കാണുന്നത്. രണ്ടാമത് പഠിച്ചത് സീലിയറി മൂവ്മെന്റ് ആണ്. സീലിയറി മൂവ്മെന്റ് എങ്ങനെയാണ്? ഇന്റേണൽ ആയിട്ടുള്ള ട്യൂബുലാർ ഓർഗൻസിലാണ് സീലിയറി മൂവ്മെന്റ് കാണുന്നത്. റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ ട്രക്കിയയിൽ സീലിയറി മൂവ്മെന്റ് ഉണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ അറ്റ്മോസ്ഫിയറിക് എയറിൽ നിന്ന് നമ്മൾ ബ്രീത്ത് ചെയ്യുന്ന ആ ഒരു ഡസ്റ്റ് പാർട്ടിക്കിളിനെയും അതുപോലെ ഫോറിൻ ബോഡിയൊക്കെ പ്രിവെന്റ് ചെയ്യാൻ, സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സീലിയറി എപ്പിത്തീലിയം അവിടെ പ്രസന്റ് ആയിരിക്കുന്നത്. മൂന്നാമത് പഠിച്ചത് സീലിയറി മൂവ്മെന്റിന്റെ ഓവം മൂവ് ചെയ്യാനായിട്ട് സീലിയറി മൂവ്മെന്റ് എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നുള്ള കാര്യമാണ്. അടുത്ത മൂവ്മെന്റ് ആയിട്ട് നമ്മൾ പഠിച്ചത് മസ്കുലാർ മൂവ്മെന്റ് ആണ്. മസിൽസിന്റെ മൂവ്മെന്റ് ഉള്ളത് കൊണ്ടാണ് ഹ്യൂമൻ ബീങ്സിന് പല രീതിയിലുള്ള മൂവ്മെന്റും അതുപോലെ ലോക്കോമോഷനും എല്ലാം ചെയ്യാനായിട്ട് സാധിക്കുന്നത്. മസിൽസിന്റെ കോൺട്രാക്റ്റൈൽ പ്രോപ്പർട്ടിയാണ് ഈ ഒരു മൂവ്മെന്റിനെല്ലാം ഹെൽപ്പ് ചെയ്യുന്നതെന്നാണ് പഠിച്ചത്. നെക്സ്റ്റ് നമ്മൾ മസിലിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. മസിൽ എന്ന് പറയുമ്പോൾ സ്പെഷ്യലൈസ്ഡ് ആയിട്ടൊരു ടിഷ്യൂ ആണ്. നമുക്കറിയാം ടിഷ്യൂസ്, സെൽസ് ചേർന്ന് ടിഷ്യൂസ് ആവുന്നു, ടിഷ്യൂസ് ചേർന്ന് ഓർഗൻസ് ആവുന്നു. അപ്പോൾ സ്പെഷ്യലൈസ്ഡ് ആയിട്ട് മീസോഡെർമൽ ഒറിജിൻ ആയിട്ട് നിൽക്കുന്ന ഒരു ടിഷ്യൂ ആണ് നമ്മളുടെ മസില്. മസിലിന്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ 40 to 50% നമ്മളുടെ ശരീരത്തിലെ 40 മുതൽ 50% വരെ ഹ്യൂമൻ ബോഡിയുടെ വെയിറ്റ് എന്താണ്? ഈ ഒരു മസിൽസിനാണ്. മസിൽസിന്റെ വെയിറ്റ് ആണ് ആ ഒരു പെർസെൻറ്റേജിലും കവറായി നിൽക്കുന്നത്. അപ്പോൾ ഈ മസിൽസിന് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഈ പ്രോപ്പർട്ടീസ് ഒക്കെ ഉള്ളത് കൊണ്ടാണ് മസിൽസിന് ആക്റ്റീവായിട്ട് ഓരോ മൂവ്മെന്റിലും ഓരോ ലോക്കോമോഷനിലും എല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ സ്പെഷ്യൽ പ്രോപ്പർട്ടീസ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട ആരെയൊക്കെയാണ്? ആദ്യത്തേത് എക്സൈറ്റബിലിറ്റി. എക്സൈറ്റബിലിറ്റി എന്ന് പറയുമ്പോൾ നമ്മളൊരു ഇമ്പൾസ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിഗ്നൽ കിട്ടുമ്പോൾ എന്ത് ചെയ്യണം? എക്സൈറ്റ് ചെയ്യാനുള്ള, അതായത് ഇങ്ങനെ വൈബ്രേഷൻ പോലൊരു മൂവ്മെന്റ്, എക്സൈറ്റബിലിറ്റി കാണിക്കാനുള്ള പ്രോപ്പർട്ടി ആർക്കുണ്ട്? മസിൽസിനുണ്ട്. അടുത്തതായിട്ട് പറഞ്ഞത് കോൺട്രാക്റ്റബിലിറ്റി ആണ്. കോൺട്രാക്റ്റബിലിറ്റി എന്ന് പറയുമ്പോൾ ചുരുങ്ങാനുള്ള, നമ്മൾ കൈ ഇങ്ങനെ മടക്കുമ്പോൾ മസിൽസ് ചുരുങ്ങുന്നുണ്ട്, അപ്പോൾ ചുരുങ്ങാനുള്ള പ്രോപ്പർട്ടി. അതുപോലെ എന്താണ്? എക്സ്റ്റെൻസിബിലിറ്റി, അതായത് വലിഞ്ഞു നിൽക്കാനുള്ള, എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കാനുള്ള ഒരു പ്രോപ്പർട്ടി ഉണ്ട്. അതുപോലെ ഇലാസ്റ്റിക് നമുക്കറിയാം, പിന്നെ നല്ല രീതിയിൽ ഇങ്ങനെ ഒരു വലിഞ്ഞു നിൽക്കാനുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ആർക്കുള്ളത്? മസിൽസിനുള്ള. അപ്പോൾ ഇത്രയും സ്പെഷ്യൽ പ്രോപ്പർട്ടീസ് ആർക്കുണ്ട്? മസിൽസിനുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് ജസ്റ്റ് ഒരു വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുമ്പോൾ ആ ഒരു കയ്യിൽ വരുന്ന, ആ കൈയുടെ ഹാംസ്റ്റർ മസിലിൽ വരുന്ന ഒരു കോൺട്രാക്ഷനും അതുപോലെ അവിടെ വരുന്ന ആ ഒരു റിലാക്സേഷന്റെ കാര്യമാണ് ഒരു ഫിഗറിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ മസിൽസിന് ഇങ്ങനെയുള്ള പ്രോപ്പർട്ടീസ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇത്രയും വെയിറ്റ് എടുത്ത് ലിഫ്റ്റ് ചെയ്യാനും അതുപോലെ നമുക്ക് എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോൾ ആ ഒരു മൂവ്മെന്റ്സിന് പോസിബിൾ ആവാനുള്ള കാരണം.
നെക്സ്റ്റ് പറയുന്നത് ലൊക്കേഷൻ അനുസരിച്ച് ഓരോ ഓർഗനിലും അല്ലെങ്കിൽ ഓരോ ബോഡി പാർട്സിലുമുള്ള ലൊക്കേഷൻ അനുസരിച്ച് മസിൽസിനെ 3 രീതിയിലായിട്ട് നമ്മൾ തരംതിരിച്ചിട്ടുണ്ട്. ആദ്യം പറയുന്നത് സ്കെലിറ്റൽ മസിൽസ് ആണ്. സ്കെലിറ്റൽ മസിൽസിന് വേറൊരു പേരുണ്ട് സ്ട്രൈയേറ്റഡ് മസിൽസ്. നമ്മൾ കുഞ്ഞു ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് എന്താണ് സ്ട്രൈയേറ്റഡ് മസിൽസ് എന്നുള്ള കാര്യം. അപ്പോൾ നമ്മൾ സ്ട്രൈയേറ്റഡ് മസിൽ വരയ്ക്കുമ്പോൾ ഇപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും നമ്മൾ വരയ്ക്കുന്നത്. ഇപ്പോൾ ഇതെന്താണ് അടങ്ങി മസിൽസ് ഇങ്ങനെ സ്ട്രൈയേഷൻ പോലെ അല്ലെ വരകൾ ഇട്ട പോലെ ഇങ്ങനെ കാണുന്നതിനെയാണ് നമ്മൾ സ്ട്രൈയേറ്റഡ് മസിൽസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ സ്കെലിറ്റൽ മസിൽസിനെയാണ് സ്ട്രൈയേറ്റഡ് മസിൽസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ മൈക്രോസ്കോപ്പിക് സ്റ്റഡീസ് നടക്കുമ്പോൾ ഈ മസിൽസ് എന്താണ് കുറേ സ്ട്രൈയേഷൻസ് ഉണ്ട്, കുറേ വരകൾ പോലെ നമുക്കിങ്ങനെ സ്ട്രൈയേഷൻസ് കാണാറുണ്ട്, സ്ട്രൈപ്സ് കാണാറുണ്ട്. അതുകൊണ്ടാണ് സ്കെലിറ്റൽ മസിൽസിനെ എന്ത് വിളിക്കുന്നത് സ്ട്രൈയേറ്റഡ് മസിൽസ് എന്ന് വിളിക്കുന്നത്. രണ്ടാമത്തെ മസിൽസ് വിസറൽ മസിൽസ് ആണ്. വിസറൽ മസിൽസ് എന്ന് പറയുമ്പോൾ നോൺ സ്ട്രൈയേറ്റഡ് ആണ്. സ്കെലിറ്റൽ മസിൽസ് സ്ട്രൈയേറ്റഡ് ആണെങ്കിൽ വിസറൽ മസിൽസ് എന്താണ് നോൺ സ്ട്രൈയേറ്റഡ് ആണ്. ഇപ്പോൾ വിസറൽ മസിൽസ് എവിടെയാണ് കാണുന്നത്? നമ്മളുടെ വിസറൽ ഓർഗൻസിലായിരിക്കും വിസറൽ മസിൽസ് കാണുന്നത്. അതായത് നമ്മളുടെ ഇന്റേണൽ ഓർഗൻസിൽ കവർ ചെയ്തുകൊണ്ട് കാണുന്ന ആ ഒരു സ്മൂത്ത് മസിൽസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് വിസറൽ മസിൽസ് എന്ന് വിളിക്കുന്നത്. മൂന്നാമത്തെ മസിൽ ആരാണ്? കാർഡിയാക് മസിലാണ്. കാർഡിയാക് മസിൽ എവിടെ കാണും? കാർഡിയാക് മസിൽ ഹാർട്ടിലാണ് പ്രസന്റ്. നമ്മുടെ ഹൃദയത്തിലുള്ള മസിൽസ് ആണ്. ഹാർട്ടിലുള്ള മസിൽസിനെയാണ് നമ്മൾ കാർഡിയാക് മസിൽ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ ഒരു 3 മസിൽസിന്റെ ഫിഗർ നമുക്ക് നോക്കാം. ആദ്യത്തേത് സ്കെലിറ്റൽ മസിലാണ്. സ്കെലിറ്റൽ മസിൽസ് ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ് സ്ട്രൈയേഷൻസ് ഉണ്ട്, ഓരോ വരകളായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ സ്കെലിറ്റൽ മസിൽസിനെയാണ് നമ്മൾ സ്ട്രൈയേറ്റഡ് മസിൽസ് എന്ന് വിളിക്കുന്നത്. രണ്ടാമത്തെ മസിൽ ആരാണ്? രണ്ടാമത്തെ മസിൽ സ്മൂത്ത് മസിൽസ് ആണ്. അതായത് നമ്മളുടെ ഇന്റേണൽ ഓർഗൻസിൽ നമ്മളുടെ ബോഡിക്ക് അകത്ത് ഭയങ്കര സെക്യൂർ ആയിട്ട് ഒരുപാട് പ്രൊട്ടക്ഷനോട് കൂടിയിരിക്കുന്ന ഇന്റേണൽ ഓർഗൻസിൽ കാണുന്ന മസിൽസിനെയാണ് നമ്മൾ സ്മൂത്ത് മസിൽസ് എന്ന് വിളിക്കുന്നത്. സ്മൂത്ത് മസിൽസിന് വേറൊരു പേരുണ്ട് എന്താണ് നോൺ സ്ട്രൈയേറ്റഡ് മസിൽസ് ആണ്. അതിവിടെ സ്ട്രൈയേഷൻസും സ്ട്രൈപ്സും ഒന്നും കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ആ മസിൽസിനെ വിളിക്കുന്ന പേരെന്താണ് നോൺ സ്ട്രൈയേറ്റഡ് മസിൽസ് എന്നാണ്. മൂന്നാമത്തെ മസിൽ ആരാണ്? മൂന്നാമത്തെ മസിൽ കാർഡിയാക് മസിലാണ്. കാർഡിയാക് മസിൽ എവിടെ കാണും? ഹാർട്ടിൽ പ്രസന്റ് ആയിട്ടുള്ള ഹൃദയത്തിൽ പ്രസന്റ് ആയിട്ടുള്ള മസിൽസിനെയാണ് നമ്മൾ കാർഡിയാക് മസിൽ എന്ന് വിളിക്കുന്നത്. അപ്പോൾ കാർഡിയാക് മസിൽസിന് ഒരു പ്രത്യേകത ഉണ്ട്, ബ്രാഞ്ചിലുണ്ട്. അതായത് കുറച്ച് ശിഖരങ്ങളായിട്ട് ഇങ്ങനെ ബ്രാഞ്ച് പോലെ കാണുന്ന ഒരു മസിലാണ് കാർഡിയാക് മസിൽ. അപ്പൊ 3 മസിൽസ് നമുക്ക് ഫിഗർ വെച്ച് തന്നെ പഠിക്കാം. എന്താണ് സ്കെലിറ്റൽ സിസ്റ്റമായിട്ട് അല്ലെങ്കിൽ സ്ട്രൈയേഷൻസ് ഉള്ള മസിൽസിനെയാണ് നമ്മൾ സ്കെലിറ്റൽ മസിൽസ് എന്ന് വിളിക്കുന്നത്. വിസറൽ മസിൽസ് എങ്ങനെയായിരിക്കും? നമ്മുടെ ബോഡിയിലെ ഇന്റേണൽ ഓർഗൻസ് എല്ലാം മസിൽസ് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും അല്ലേ? നമ്മുടെ ഇന്റേണൽ ഓർഗൻസ് നോക്കുകയാണെങ്കിൽ ഇപ്പം അധികം ഇന്റേണൽ ആയിട്ട് പോയില്ലെങ്കിലും നമ്മുടെ വായുടെ അകത്തുള്ള ആ ഒരു അവിടെയുള്ള സെൽസ് വരെ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും അല്ലേ? അപ്പോൾ ഏറ്റവും ഉള്ളിലേക്ക് പോകുമ്പോൾ എങ്ങനെയായിരിക്കും? കുറച്ചും കൂടി സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ ആ ഒരു സോഫ്റ്റ് ആയിട്ട് നിൽക്കുന്ന മസിൽസിനെ നമ്മൾ സ്മൂത്ത് മസിൽസ് എന്ന് വിളിക്കും. സ്ട്രൈയേഷൻസ് ഒന്നും കാണിക്കാത്തത് കൊണ്ട് നമ്മൾ അതിനെ എന്ത് വിളിക്കും? നോൺ സ്ട്രൈയേറ്റഡ് മസിൽസ് എന്ന് വിളിക്കും. മൂന്നാമത്തെ ആള് കാർഡിയാക് മസിലാണ്. ഹൃദയത്തിൽ കാണുന്ന ആ ഒരു ബ്രാഞ്ചിലായിട്ട് നിൽക്കുന്ന മസിലാണ് കാർഡിയാക് മസിൽസ്. നെക്സ്റ്റ് നമുക്ക് ഈ പഠിച്ച 3 ലൊക്കേഷൻ അനുസരിച്ച് നമ്മൾ 3 തരത്തിൽ തരംതിരിച്ച മസിൽസിലെ ആദ്യത്തെ ആയിട്ടുള്ള സ്കെലിറ്റൽ മസിലിനെ പറ്റി നമുക്ക് കുറച്ച് നോക്കാം. സ്കെലിറ്റൽ മസിൽസ് എന്ന് പറയുമ്പോൾ സ്കെലിറ്റൽ കമ്പോണൻസുമായിട്ട് ക്ലോസ്ലി അറ്റാച്ച്മെന്റ് നിൽക്കുന്നതായിരിക്കും. ആ പേരിൽ തന്നെ ഉണ്ട് സ്കെലിറ്റൽ മസിൽസ് എന്ന് പറയുമ്പോൾ സ്കെലിറ്റനുമായിട്ട് ബോൺസുമായിട്ട് ക്ലോസ് ആയിട്ട് നിൽക്കുന്ന മസിൽസ് ആണ് ആര്? സ്കെലിറ്റൽ മസിൽസ്. സ്കെലിറ്റൽ മസിൽസിന് എന്താണ് സ്ട്രൈപ്ഡ് ആയിട്ടുള്ള അപ്പിയറൻസ് ഉണ്ട്. സ്ട്രൈപ്പ് എന്ന് പറയുമ്പോൾ ചെറിയ വരകളാണ്, ഇങ്ങനെ സ്ട്രൈപ്സ് ആയിട്ട് നമുക്ക് മൈക്രോസ്കോപ്പിക് സ്റ്റഡിയിൽ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള മസിൽസ് ആയതുകൊണ്ടാണ് നമ്മൾ അതിനെ സ്ട്രൈയേറ്റഡ് മസിൽസ് എന്ന് വിളിക്കുന്നത്. ഈ മസിൽസ് നമ്മൾ നേരിട്ട് കണ്ണിൽ നോക്കുമ്പോഴല്ല ഈ ഒരു സ്ട്രൈയേഷൻസ് കാണിക്കുന്നത്, മൈക്രോസ്കോപ്പിക് സ്റ്റഡിയിലാണ് ഈ ഒരു സ്ട്രൈയേഷൻസ് കണ്ടത്. അതുകൊണ്ടാണ് അതിനെ സ്ട്രൈയേറ്റഡ് മസിൽസ് എന്ന് വിളിക്കുന്നത്. ഇനി അടുത്തൊരു പോയിന്റ് നമ്മൾ പറയുന്നത് എന്താണ്? ഈ സ്ട്രൈയേറ്റഡ് മസിൽസിന്റെ ആക്ടിവിറ്റി, സ്ട്രൈയേറ്റഡ് മസിൽസ് കൊണ്ട് നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് എല്ലാം എന്താണ്? വോളണ്ടറി കൺട്രോൾ ആണ്. നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന കാര്യമാണ്. നെർവസ് സിസ്റ്റം എന്താണ്? അറിഞ്ഞുകൊണ്ട് നെർവസ് സിസ്റ്റത്തിൽ ഡയറക്റ്റ് ആയിട്ട് പങ്കുള്ള ഒരു മസിലാണ് ആര്? ഈ ഒരു വോളണ്ടറി മസിൽസ്. അതായത് വോളണ്ടറി ആക്ഷൻ ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ അതിനെ എന്ത് വിളിക്കുന്നത്? വോളണ്ടറി മസിൽസ് എന്ന് വിളിക്കുന്നത്. നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മളുടെ സെൻട്രൽ നെർവസ് സിസ്റ്റം എന്താണ്? അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തിക്ക് സഹായിക്കുന്ന മസിൽസ് ആണ് ആര്? സ്കെലിറ്റൽ മസിൽസ്. അതുകൊണ്ടാണ് നമ്മൾ അവയെ എന്തെന്ന് വിളിക്കുന്നത്? വോളണ്ടറി മസിൽസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ വോളണ്ടറി മസിൽസ് ആണ് കൂടുതലും എന്ത് ചെയ്യുന്നത്? നമ്മളുടെ ഒരുവിധപ്പെട്ട ലോക്കോമോട്ടറി മൂവ്മെന്റ്സിനെല്ലാം നിൽക്കുന്ന അല്ലെങ്കിൽ ബോഡിയുടെ പോസ്റ്റേഴ്സ്, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ബോഡിയുടെ പോസ്റ്ററും ബോഡിയുടെ ലോക്കോമോഷനും ഒക്കെ നിയന്ത്രിക്കുന്ന മസിൽസ് ആരാണ്? സ്കെലിറ്റൽ മസിൽസ് ആണ്. അപ്പൊ ബോഡിയുടെ പോസ്റ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ നിൽക്കുന്ന ഒരു ഘടന അല്ലെ? അപ്പൊ ഇപ്പൊ ഞാൻ നിൽക്കുകയാണ്, കുറച്ചു നേരം കഴിയുമ്പോൾ ഇരിക്കും, അത് കഴിയുമ്പോൾ ചിലപ്പോൾ നടക്കും. അപ്പൊ ആ ഓരോ പോസ്റ്റർ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അപ്പൊ ആ ഓരോ പോസ്റ്റർ മാറുന്നതിലും പ്രധാന പങ്കുള്ള ആളാണ് ആര്? സ്കെലിറ്റൽ മസിൽസ്. അപ്പൊ സ്കെലിറ്റൽ മസിൽസ് നമുക്ക് പല സ്ഥലത്ത് ബോഡിയുടെ പല
ഓർഗൻസിൽ കാണാൻ പറ്റും. അതായത് നമ്മളുടെ ബോൺസ് എവിടെയെല്ലാം ഉണ്ട് ആ ബോൺസുമായിട്ട് ക്ലോസ്ലി അസോസിയേറ്റ് നിൽക്കുന്ന മസിൽ ആയതുകൊണ്ട് ഓരോ വോളണ്ടറി മൂവ്മെന്റ് ചെയ്യുന്ന ഓർഗൻസിലും ആര് പ്രസന്റ് ആണ്? സ്കെലറ്റൽ മസിൽസ് പ്രസന്റ് ആണ്. അപ്പോൾ പല രീതിയിലുള്ളൊരു മസിൽസിന്റെ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് മസിൽസിന്റെ പേരൊന്നും പഠിക്കാനില്ല. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ആ ഒരു ഫിഗർ ആഡ് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ബോൺസുമായിട്ട് ആ ഒരു പേര് വെച്ച് തന്നെ പഠിക്കുക. സ്കെലറ്റൽ മസിൽ എന്ന് പറയുമ്പോൾ സ്കെലട്ടണുമായിട്ട്, അതായത് ബോൺസുമായിട്ട് ഒരു ക്ലോസ്ലി റിലേഷൻ ഉള്ള ആളാണ് സ്കെലറ്റൽ മസിൽസ്. അതിന് വേറൊരു പേരുണ്ട് സ്ട്രൈയേറ്റഡ് മസിൽസ്. വോളണ്ടറി മൂവ്മെന്റ് ചെയ്യുന്നത് കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? വോളണ്ടറി മസിൽസ് എന്നും വിളിക്കുന്നുണ്ട്. അതുപോലെ ബോഡിയുടെ പോസ്ചറും ബോഡിയുടെ ലോക്കോമോഷനും എല്ലാം നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ അതിലെല്ലാം പ്രധാന പങ്ക് വഹിക്കുന്ന ആളും ആരാണ്? സ്കെലറ്റൽ മസിൽസ് ആണെന്ന് മനസ്സിലാക്കുക. നെക്സ്റ്റ് വിസറൽ മസിൽസ് ആണ്. എന്ന് പറയുമ്പോൾ നമ്മളുടെ വിസറൽ ഓർഗൻസിൽ പ്രസന്റ് ആയിട്ടുള്ള നമ്മളുടെ ഇന്റേണൽ ഓർഗൻസിലെല്ലാം കാണുന്ന മസിലാണ് വിസറൽ മസിൽസ്. അപ്പൊ ഇന്നർ വാൾ ഓഫ് ഹോളോ വിസറൽ ഓർഗൻസ്, നമ്മളുടെ ബോഡിക്ക് അകത്തുള്ള വിസറൽ ഓർഗൻസിന്റെ ഇന്നർ വാൾസ് എല്ലാം മേഡ് ചെയ്തേക്കുന്ന ആര് കൊണ്ടാണ്? വിസറൽ മസിൽസ് കൊണ്ടാണ്. അതിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്ന ആരാണ്? അലിമെന്ററി കനാല്, അതുപോലെ റീപ്രൊഡക്റ്റീവ് ട്രാക്ട്. അലിമെന്ററി കനാൽ എന്ന് പറയുമ്പോൾ നമ്മളുടെ ആ ഒരു ദഹന വ്യവസ്ഥയിൽ നിൽക്കുന്ന ഓർഗൻസ് എല്ലാം വരുന്ന ആ ഒരു കനാലിനെയാണ് നമ്മൾ എലിമെന്ററി കനാൽ എന്ന് വിളിക്കുന്നത്. അലിമെന്ററി കനാലും അതുപോലെ റീപ്രൊഡക്റ്റീവ് ട്രാക്കും എല്ലാം ലൈൻ ചെയ്ത് കാണുന്ന ആ ഒരു മസിൽസിനെയാണ് നമ്മൾ വിസറൽ മസിൽസ് എന്ന് വിളിക്കുന്നത്. ആ ഒരു വിസറൽ മസിൽസിനെ നമ്മൾ മൈക്രോസ്കോപ്പിന്റെ അണ്ടറിൽ വെച്ച് സ്റ്റഡി ചെയ്യുമ്പോൾ അവിടെ പ്രത്യേകിച്ച് സ്ട്രൈപ്സോ അല്ലെങ്കിൽ സ്ട്രൈയേഷൻസോ ഒന്നും കാണിക്കാത്തത് കൊണ്ട് തന്നെ നമ്മളെ അവ എന്തെന്ന് വിളിക്കുന്നു? സ്മൂത്ത് മസിൽസ് എന്ന് വിളിക്കുന്നു. സ്മൂത്ത് അപ്പിയറൻസ് ആണ്, അതായത് ഒരു വരകളോ അല്ലെങ്കിൽ സ്ട്രൈപ്സോ ഒന്നും കാണുന്നില്ല. അതുകൊണ്ട് എന്താണ്? സ്മൂത്ത് അപ്പിയറൻസ് ആണെന്ന് പറയുന്നു. സ്മൂത്ത് അപ്പിയറൻസ് ആയതുകൊണ്ട് നമ്മളെ അവയെ എന്തെന്ന് വിളിക്കുന്നു? സ്മൂത്ത് മസിൽസ് എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ നോൺ സ്ട്രൈയേറ്റഡ് മസിൽസ് എന്ന് വിളിക്കുന്നു. സ്ട്രൈപ്സ് ഒന്നും കാണുന്നില്ല, സ്ട്രൈയേഷൻസ് ഒന്നും കാണിക്കുന്നില്ല, അതുകൊണ്ട് നമ്മൾ അവയെ നോൺ സ്ട്രൈയേറ്റഡ് മസിൽസ് എന്ന് വിളിക്കുന്നു. ഇനി ഇതിന്റെ ആക്ടിവിറ്റീസ് എല്ലാം വോളണ്ടറി കൺട്രോളിൽ നിൽക്കുന്നതല്ല, സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെ കൺട്രോളിൽ ഡയറക്റ്റ് കൺട്രോളിൽ നിൽക്കുന്ന ആക്ടിവിറ്റീസ് അല്ല ആര് കാണിക്കുന്നത്? സ്മൂത്ത് മസിൽസ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവയെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? ഇൻവോളണ്ടറി മസിൽസ് എന്ന് വിളിക്കുന്നു. ഇപ്പോൾ സ്കെലറ്റൽ സിസ്റ്റമായിട്ട് നമ്മളെ ലോക്കോമോഷൻ നമ്മൾ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും സഹായിക്കുന്നുണ്ട്. അത് വോളണ്ടറി കൺട്രോളിൽ വരുന്നതുകൊണ്ട് വോളണ്ടറി മസിൽസ് എന്ന് വിളിച്ചു. പക്ഷെ നമ്മളുടെ ഇന്റേണൽ ഓർഗൻസിന്, നമ്മളുടെ വിസറൽ റീപ്രൊഡക്റ്റീവ് ട്രാക്കിന്റെയും അലിമെന്ററി കനാലിന്റെയും ഒക്കെ മൂവ്മെന്റ്സ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതല്ല. അപ്പൊ അത് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെ ആ ഒരു വോളണ്ടറി കൺട്രോളിൽ വരാത്തത് കൊണ്ട് ആ മസിൽസിന് നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? ഇൻവോളണ്ടറി മസിൽസ് എന്ന് വിളിക്കുന്നു. അതിന് എക്സാമ്പിൾ ആയിട്ട് ആരെയാണ് ഇവിടെ തന്നേക്കുന്നത് നോക്കാം. ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഫുഡ് ത്രൂ ഡൈജസ്റ്റീവ് ട്രാക്ട്. നമ്മൾ വായിലേക്ക് ആഹാരം വെച്ചിട്ട് അതെന്തെയും ഈസോഫാഗസ് വഴി നമ്മളുടെ സ്റ്റൊമക്കിലേക്ക് എത്തുകയാണ്. അപ്പോൾ നമ്മൾ കഴിച്ച് നമുക്ക് ഇങ്ങനെ ഇവിടെ ഈ തൊണ്ട കഴിഞ്ഞ് ഈസോഫാഗസിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ വിചാരിക്കുകയാണ് അയ്യോ ഇത് വയറ്റിലേക്ക് എത്തണ്ട എന്ന് വിചാരിച്ച് നമുക്ക് അതിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ വൊമിറ്റ് ചെയ്ത് കളയണം. അതല്ലാതെ നമുക്ക് നിൽക്കട്ടെ അല്ലെങ്കിൽ ആ ഒരു ഫുഡ് അവിടെ പോണ്ട സ്റ്റോപ്പ് ചെയ്തോന്ന് വെക്കുമ്പോൾ അതങ്ങനെ നമുക്ക് നമ്മളുടെ കൺട്രോളിൽ വരാത്തൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ എന്ന് വിളിക്കുന്നത്? ഇൻവോളണ്ടറി മസിൽസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഫുഡ് ഡൈജസ്റ്റീവ് ട്രാക്റ്റിലേക്ക് എത്തുന്ന ആ ഒരു മൂവ്മെന്റ് ഇൻവോളണ്ടറി കൺട്രോളിൽ വരുന്ന ഒരു എക്സാമ്പിൾ ആണ്. അടുത്തത് ആരാണ്? ഗ്യാമീറ്റ്സ് ത്രൂ ജെനൈറ്റൽ ട്രാക്ട്. ഗ്യാമീറ്റ്സ്, അതായത് ഇപ്പോൾ ഫീമെയിൽസിന്റെ കാര്യം പറയുകയാണെങ്കിൽ മെൻസ്ട്രേഷൻ നടക്കുന്ന സമയത്ത് ഓവം റിലീസ് ആവുകയാണ്. അപ്പോൾ ഓവം റിലീസ് ആവാൻ നമുക്ക് ഓവം എപ്പോഴാണ് റിലീസ് ആവുന്നതെന്ന് കറക്റ്റ് ആയിട്ട് നമുക്ക് ആ ഒരു ടൈമും ആ ഒരു പീരീഡും ഒന്നും നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ജസ്റ്റ് നമുക്കുള്ള എല്ലാം ഒരു അസ്യൂമേഷൻ അല്ലെങ്കിൽ മുന്നേ നടന്ന മെൻസ്ട്രൽ ഡേറ്റ് വെച്ചിട്ടൊക്കെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റും. അപ്പോൾ ഈ ഓവം റിലീസ് ആവണ്ട, സ്റ്റോപ്പ് ചെയ്തോ, ഇനി എന്താണ് ഈ മന്തിൽ നമുക്ക് മെൻസ്ട്രേഷൻ പീരീഡ് വേണ്ട, ഗ്യാമീറ്റിന് ഈ പ്രാവശ്യം ട്രാൻസ്ഫർ ചെയ്യേണ്ട അല്ലെങ്കിൽ മൂവ്മെന്റ് നടത്തണ്ട എന്ന് വിചാരിക്കുമ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതും എന്താണ്? നമുക്ക് ഇൻവോളണ്ടറി മസിൽസ് അല്ലെങ്കിൽ ഇൻവോളണ്ടറി കൺട്രോളിൽ വരുന്ന കാര്യമാണ്. അപ്പോൾ ആ ഒരു ഇൻവോളണ്ടറി മസിൽസിനെ കാണിക്കുന്ന ഒരു ഫിഗർ ആണ് ഉള്ളത്. ഇന്റേണൽ ഓർഗൻസിനെ കവർ ചെയ്തുകൊണ്ട് അലിമെന്ററി കനാൽ ആണെങ്കിലും റീപ്രൊഡക്റ്റീവ് ട്രാക്ട് ആണെങ്കിലും അവിടെ കവർ ചെയ്ത് കാണുന്ന മസിൽസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്മൂത്ത് മസിൽസ് എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ നോൺ സ്ട്രൈയേറ്റഡ് മസിൽസ്, അതും അല്ലെങ്കിൽ എന്താണ്? വിസറൽ മസിൽസ് എന്ന് വിളിക്കുന്നത്. എല്ലാവരും നന്നായിട്ട് വർക്ക് ചെയ്യൂ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.